പ്രഗ്നൻസിയിൽ കുഞ്ഞിൻ്റെ അനക്കത്തിൻ്റെ എണ്ണം നോക്കിയിട്ട് കുഞ്ഞ് ഹെൽത്തി ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഫീറ്റൽ കിക്ക് കൗണ്ട് ടെസ്റ്റ്, ഓക്കെ, ആ ഒരു പ്രൊസീജിയറിനെ കുറിച്ചാണ്. നഴ്സിംഗ് എക്സാംസിനൊക്കെ ക്വസ്റ്റ്യൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. സേവ് ചെയ്ത് വെച്ചോളൂ, ഉപകാരപ്പെട്ടേക്കാം. അപ്പം എന്താണ് സംഭവം നമുക്ക് നോക്കാം. സാധാരണയായിട്ട് ഈ ഒരു ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ സമയം എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി ഗസ്റ്റേഷൻ ഏജ് ഒരു 28 ആഴ്ചയ്ക്കൊക്കെ ശേഷമാണ്. നേരെ മറിച്ചത് ഹൈ റിസ്ക് ആയിട്ടുള്ള പ്രഗ്നൻസി ആണെങ്കിൽ അതിന് മുമ്പ്, ഈ സമയത്തിന് മുമ്പ് ചെയ്ത് നോക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പറ്റിയൊരു സമയം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ഞ് യൂഷ്വലി ആക്റ്റീവായിട്ടുള്ള ഒരു ടൈം, അപ്പോൾ അത് സാധാരണ മീൽസിനൊക്കെ ശേഷമായിരിക്കും. അപ്പോൾ ആ ഒരു സമയം സെലക്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള പൊസിഷൻ സാധാരണയായിട്ട് പ്രിഫറബിളി ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷൻ, ഓക്കെ, അല്ലെങ്കിൽ കംഫർട്ടായിട്ട് സിറ്റിംഗ് പൊസിഷനിൽ ഇരുന്നിട്ട് ജസ്റ്റ് കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സ് കൗണ്ട് ചെയ്യുക. ഓക്കെ, അത് കുഞ്ഞിൻ്റെ കിക്കാകാം, റോളാകാം, ഓക്കെ, ഫ്ലട്ടറിങ് ആകാം, അങ്ങനെയുള്ള മൂവ്മെൻറ്റ്സ് കൗണ്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഇങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം. കണ്ടിന്യൂസ്, ഞാൻ പറഞ്ഞത് ഒരു 2 മണിക്കൂറിനുള്ളിൽ 10 കിക്ക് അല്ലെങ്കിൽ 10 മൂവ്മെൻറ്റ്സിന് മുകളിലുണ്ടെങ്കിൽ നോർമൽ, കുഞ്ഞ് ഹെൽത്തി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നേരെ മറിച്ച് 2 മണിക്കൂറിനുള്ളിൽ 10 മൂവ്മെൻറ്റ്സിൽ താഴെയാണെന്നുണ്ടെങ്കിൽ അത് കൺസേൺ ആണ്. ഓക്കെ, ഒരു പക്ഷേ അത് ഫീറ്റൽ ഹൈപ്പോക്സിയ, കുഞ്ഞിൻ്റെ ഓക്സിജൻ കുറയുന്നത് കൊണ്ട്, ഫീറ്റൽ കോംപ്രമൈസ് കൊണ്ടൊക്കെ ആയേക്കാം. അങ്ങനത്തെ ഉള്ളൊരു സാഹചര്യത്തിൽ ഒരു എക്സ്പേർട്ട് അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ ഇവാലുവേഷൻ ആവശ്യമായിട്ട് വരും. അപ്പോൾ അത് അബ്നോർമലായിട്ട് മനസ്സിലാകുന്നുണ്ട്. 2 മണിക്കൂറിനുള്ളിൽ 10 കൗണ്ടിൽ താഴെയാണ് വരുന്നതെങ്കിൽ അത് അബ്നോർമലായിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ നഴ്സിംഗ് ലൈസൻഷ്യർ എക്സാംസിനും ഗവൺമെൻറ് എക്സാംസിനും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് 60 അവേഴ്സിൻ്റെ 5 ഡേയ്സിൻ്റെ പിന്നെ റെഗുലർ ക്ലാസ്സസ്, അങ്ങനെ കോഴ്സുകൾ അവൈലബിൾ ആണ്. അതിൽ തിയറി ക്ലാസ്, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, പ്രാക്ടീസ് ചെയ്യാനുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. നഴ്സിംഗ് ഫ്ലിക്സ് ലെക്ചേഴ്സ് ആപ്പിലും വെബ്സൈറ്റിലുമായിട്ടാണ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. താല്പര്യമുള്ളവർക്ക് ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.